കൈകൾ കാലുകൾ തുളഞ്ഞും ശിരസിൽ മുൾമുടിയണിഞ്ഞും കൈകൾ കാലുകൾ തുളഞ്ഞും ശിരസിൽ മുൾമുടിയണിഞ്ഞും വദനമൊത്തുപ്പലേറ്റും ഏഴയ്ക്കായി ചങ്കു തുറന്നു വദനമൊത്തുപ്പലേറ്റും ഏഴയ്ക്കായി ചങ്കു തുറന്നു കണ്ണു കൊണ്ടു കണ്ടതോ കാതുകൊണ്ടു കേട്ടതോ കണ്ണു കൊണ്ടു കണ്ടതോ കാതുകൊണ്ട് കേട്ടതോ യാഗേ നീ അല്ലാതൊരു ദൈവമോ ഇല്ലവേ ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ അല്പസമയം തിരുവചനവുമായി തൃപ്പാദപീഠങ്ങളിൽ ഞങ്ങൾ അടുത്തു വരുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കണമേ. വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു നൽകുമാറാകണമേ. ആത്മീയ ആലോചനകൾ ഒന്നും മറച്ചു വെക്കാതെ ഇന്ന് രാത്രി ഞങ്ങൾ പ്രകാശിപ്പിച്ച് നൽകണമേ. കർത്താവേ, നിന്റെ ചുരകടിയിൽ നീ ഞങ്ങളെ സൂക്ഷിച്ചാട്ടെ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കേൾക്കണം പിതാവേ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്നേഹിതൻ വാർത്താപത്രികയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന കൺവെൻഷനായിട്ടാണല്ലോ നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത്. ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന വാത്സല്യ എല്ലാ ദൈവമക്കൾക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷാൽ കർത്തൃദാസന്മാരുടെ മഹനീയമായ സാന്നിധ്യം ഈ വേദിയെ ഉള്ളത് അനുഗ്രഹമായി ഞാൻ കരുതുന്നു. എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള കർത്തൃദാസന്മാരുണ്ട്. എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ റെജി, പാസ്റ്റർ സാം, പാസ്റ്റർ ചെറിയാൻ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന പാസ്റ്റർ ജോയ് തോമസ് അവர்கள், ഞാൻ അംഗമായിരിക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് അഹമ്മദിയുടെ ശുശ്രൂഷകനും ഞാൻ ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുകയും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയ ഷാജി പാസ്റ്റർ, ക്രൈസ്തവ ഗാനരംഗത്ത് ഒട്ടും പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത സയോൺ സിംഗേഴ്സിലെ ജെയിംസ് സ്റ്റാൻ ആൻഡി, എല്ലാ ദൈവമക്കൾക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ച സ്നേഹിതൻ വാർത്താപത്രികയുടെ പ്രവർത്തനങ്ങൾ കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ അല്പനേരം ഒരുമിച്ച് തിരുവചനം നമുക്ക് പങ്കുവയ്ക്കാം. അതിനാധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29:4 വാക്യം. സങ്കീർത്തനങ്ങൾ 29:4. ഒന്നുകൂടെ വായിക്കാമോ? യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു.
ഈ പ്രപഞ്ചത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ശബ്ദം. ശബ്ദരഹിതമായ ഒരു പ്രപഞ്ചം നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയുകയില്ല. വൃക്ഷലതാദികളുടെ ശബ്ദം, പക്ഷി മൃഗാദികളുടെ ശബ്ദം, വിവിധ തരത്തിലുള്ള സംഗീത ഉപകരണങ്ങളുടെ, യന്ത്ര ഉപകരണങ്ങളുടെ ശബ്ദം, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മകുടമായ മനുഷ്യന്റെ ശബ്ദം, അങ്ങനെ വ്യത്യസ്ത ശബ്ദങ്ങളെ കൊണ്ട് ഈ ഭൂമി സമ്പന്നമാണ്. എന്നാൽ ഈ ശബ്ദങ്ങളെയൊക്കെ നാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ രണ്ടായി തരംതിരിക്കാൻ പറ്റും. ഒന്ന്, കാതിന് ഇമ്പകരമായ ശബ്ദം. രണ്ട്, കാതിന് അരോചകമായ ശബ്ദം. ചില ദിവസങ്ങൾക്ക് മുൻപ് മാതൃഭൂമി ദിനപത്രം വായിച്ചവർക്കറിയാം, അതിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ആരോഗ്യ രംഗം കൈകാര്യം ചെയ്യുന്ന ആ കോളത്തിൽ ആധുനിക ലോകം നേരിടുന്ന പ്രതിസന്ധികളിൽ ഒന്നാണ് അമിത ശബ്ദം. ആ ലേഖനം കൈകാര്യം ചെയ്ത ലേഖകൻ ഇപ്രകാരം അതിൽ എഴുതി വെച്ചു: ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ മനുഷ്യനിൽ മരണവും മനുഷ്യനിൽ വിവിധ തരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാക്കുവാൻ ശബ്ദത്തിന് കഴിയും. വിവിധ തരത്തിൽ ഇന്ന് ഈ ഭൂമിയിൽ ലഭ്യമാകുന്ന ശബ്ദങ്ങൾ മനുഷ്യനിൽ മരണവും രോഗങ്ങളും സൃഷ്ടിക്കുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നുവരെ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ആരും മരിച്ചു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ ഈ ശബ്ദം മുഴങ്ങിയിട്ടുണ്ടോ അവിടെ ജീവൻ വ്യാപരിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ഈ ശബ്ദം മുഴങ്ങിയിട്ടുണ്ടോ അവിടെ സൗഖ്യം വ്യാപരിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ ഈ ശബ്ദം മുഴങ്ങിയിട്ടുണ്ടോ അവിടെ പിശാചിന്റെ കോട്ടകൾ തകർന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ വചനം എന്ന ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രിയിൽ ഇവിടെ മുഴങ്ങുമ്പോൾ പിശാചിന്റെ കോട്ടകൾ തകരും, രോഗങ്ങൾ മാറും, മരണത്തിൽ നിന്നും ജീവനിലേക്ക് ചിലർ കൈപിടിച്ചു കയറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. തിരുവചനത്തിൽ വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൂത ഗണങ്ങളുടെ ശബ്ദം, പിശാചിന്റെ ശബ്ദം, മനുഷ്യന്റെ ശബ്ദം, ദൈവശബ്ദം. നമുക്ക് ലഭിക്കുന്ന സമയത്തിനനുസരിച്ച് ഇത് നാലും കൈകാര്യം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒന്ന്, ദൂതഗണങ്ങളുടെ ശബ്ദം. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനായ യെശയ്യാവ് ഇപ്രകാരം ഒരു ദർശനം കാണുകയാണ്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ ആകെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. അവർക്ക് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് ഒരുവനോടൊരുവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നാർത്തു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 6-ാം അധ്യായം 4-ാം വാക്യം. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. പ്രൈസ് ദി ലോർഡ്. സാറാഫുകൾ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. സാറാഫുകൾ അഥവാ ദൂതഗണങ്ങൾ ആർക്കുന്ന ശബ്ദം ഏതാണെന്നറിയാമോ? അത് ആരാധനയുടെ ശബ്ദമാണ്.
Praise the Lord. അവർ ആർക്കുന്ന ശബ്ദം മറ്റൊന്നുമല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. Praise the Lord. ഇതിന് സമാനമായ ഒരു ശബ്ദം വെളിപ്പാട് പുസ്തകത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ കാണുന്നു. സിംഹാസനത്തിന് ചുറ്റിലും നടുവിലും 4 ജീവികൾ നിൽക്കുന്നു. അവർ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ കർത്താവായ ദൈവമേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് വിശ്രമം കൂടാതെ അവർ രാപ്പകൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെയും ആരാധനയുടെ ശബ്ദം മുഴങ്ങുകയാണ്. 4 ജീവികൾ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സമീപം 24 മൂപ്പന്മാർ തങ്ങളുടെ തലയിലെ കിരീടങ്ങൾ കുഞ്ഞാടിന്റെ മുൻപിൽ അവർ ഇട്ടുകൊണ്ട് അവരും ആർക്കുന്നു, കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും സകലതും നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉളവായതും ഉണ്ടാക്കപ്പെട്ടതുമാകിയാൽ പ്രൈസ് ദി ലോർഡ്, നീ ബലവും മഹത്വവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടുന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ദൂതന്മാരിൽ നിന്നും മാത്രമല്ല, ആരാധനയുടെ ശബ്ദം മുഴങ്ങുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന സർവരിൽ നിന്നും ദൈവം ആരാധനയുടെ ശബ്ദം ആഗ്രഹിക്കുന്നു. തിരുവചനം പറയുന്നു, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. 148 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതിന് മറ്റൊരു വിവരണം നൽകുക. പർവ്വതങ്ങളും കുന്നുകളും മൃഗങ്ങളും കന്നുകാലികളും വൃക്ഷങ്ങളും ദേവദാരുക്കളും രാജാക്കന്മാരും പ്രഭുക്കന്മാരും സകല വംശങ്ങളും യുവതികളും യുവാക്കളും ബാലന്മാരും വൃദ്ധന്മാരും സർവരും യഹോവയെ സ്തുതിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ബേസ്മെന്റിൽ കൂടി വന്നിരിക്കുന്ന ദൈവജനമേ, നമ്മിൽ നിന്നും ഉയർന്നു വരേണ്ടത് ദൈവത്തിനുള്ള സ്തുതിയ. കേവലം സറാഫുകളുടെ ശബ്ദത്തിൽ നിന്ന് മാത്രമല്ല, നമ്മിൽ നിന്ന് ഉയരട്ടെ. നമ്മെ വീണ്ടെടുത്തവൻ, നമ്മെ സൃഷ്ടിച്ചവൻ, അവൻ പരിശുദ്ധൻ, അവൻ പരിശുദ്ധൻ, അവൻ മാത്രം സ്തുതിക്ക് യോഗ്യൻ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നു, നമ്മിൽ നിന്ന് ഉയർന്നു വരേണ്ട ശബ്ദം എന്താണ്? 26 സങ്കീർത്തനം 6 വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയാ, സ്തോത്ര സ്വരം കേൾപ്പിക്കേണ്ടതിനും നിന്റെ അത്ഭുത പ്രവൃത്തികളൊക്കെയും വർണ്ണിക്കേണ്ടതിനും. ദാവീദ് പറയുന്നത്, നമ്മിൽ നിന്നും ഉയർന്നു വരേണ്ട ആരാധനയുടെ ശബ്ദം അത് സ്തോത്രത്തിന്റെ ശബ്ദമാണ്. സങ്കീർത്തനം 50:23, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഇതേ ദാവീദിനോട് നമുക്ക് ചോദിക്കാം, ദാവീദേ, എന്തുകൊണ്ടാണ് സ്തോത്രം പറയണമെന്ന് നീ പറയുന്നത്? ദൈവത്തെ ആരാധിക്കണമെന്ന് നിന്റെ വായിൽ നിന്നും ആരാധനയുടെ ശബ്ദം പുറത്തു വരണമെന്ന് എന്തുകൊണ്ടാണ് നീ പറയുന്നത് എന്ന് ദാവീദിനോട് ചോദിച്ചാൽ, തന്റെ അവസാന കാലഘട്ടത്തിൽ എഴുതിയ 139 സങ്കീർത്തനത്തിൽ ദാവീദ് അതിന് മറുപടി പറയുന്നുണ്ട്, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവം നൽകിയ ജന്മത്തെ ഓർത്ത്, ദൈവം നൽകിയ ജീവിതത്തെ ഓർത്ത്, ദൈവം നൽകിയ ആരോഗ്യത്തെ ഓർത്ത്, ദൈവം നൽകിയ നന്മകളെ ഓർത്ത്, ദൈവം ജീവിതത്തിൽ ചെയ്ത വിടുതലുകളെ ഓർത്താൽ ആർക്കവന് സ്തുതി പറയാതിരിക്കുവാൻ കഴിയും? നമ്മിൽ നിന്ന് ഉയർന്നു വരേണ്ടത് സ്തോത്രത്തിന്റെ ശബ്ദം, നന്ദിയുടെ ശബ്ദം നമ്മിൽ നിന്ന് ഉയർന്നു വരട്ടെ. ഹല്ലേലൂയ. 71 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ മറ്റൊരാശയങ്ങളെ പറഞ്ഞ് ആ ഭാഗത്തിന് വിരാമം കുറിക്കുക. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എടുത്തവൻ നീ തന്നെ, എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് പറയുവാൻ ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട ആ നിമിഷം മുതൽ ഞാൻ പുറത്തു വരാതിരിക്കുവാൻ ശത്രു എനിക്കെതിരെ പോരാടിയപ്പോൾ എന്റെ ദൈവത്തിന്റെ ബലമുള്ള താങ്ങുന്ന കരം എന്റെ അമ്മയ്ക്ക് ചുറ്റും നിന്നതുകൊണ്ട് ഒരു പോറൽ പോലും വേശാതെ ഞാൻ പുറത്തു വന്നെങ്കിൽ എനിക്ക് സ്തുതി പറയുവാൻ, സ്തുതി പാടുവാൻ അവനെ കുറിച്ചല്ലാതെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ.
അവന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. ഇന്ന് രാത്രി ദൈവപൈതലേ, നന്ദിയുള്ളൊരു ഹൃദയം, ദൈവം ചെയ്ത നന്മകളെ ഓർത്താൽ നന്ദിയോടുകൂടി അവനെ ആരാധിക്കാതിരിക്കുവാൻ ആർക്കു കഴിയും? ഹല്ലേലൂയ. എന്നാൽ ഈ ആരാധനയുടെ ശബ്ദം നമ്മിൽ നിന്നും മുഴങ്ങുമ്പോൾ കേൾക്കുന്ന ശബ്ദമെല്ലാം ആരാധനയുടേതാണെന്ന് നാം വിശ്വസിക്കരുത്. സ്തോത്രത്തിന്റെ ശബ്ദം നമ്മിൽ നിന്ന് ഉയരുമ്പോൾ തന്നെ ചുറ്റുമുയരുന്ന ശബ്ദങ്ങളെല്ലാം ആരാധനയുടേതാണെന്ന് ദൈവമക്കൾ വിശ്വസിക്കരുത്. അത് തിരിച്ചറിയുവാനുള്ള പ്രാപ്തി, വെളിപ്പാട് ദൈവത്തിന്റെ മക്കൾക്കുണ്ടാകണം. പർവ്വതത്തിന്റെ കീഴിൽ മോശയെ കാത്തു നിന്നിരുന്ന യോശുവ താഴ്വരയിൽ അഹരോന്റെ നേതൃത്വത്തിൽ കാളക്കുട്ടിയുടെ മുൻപിൽ പാട്ടും നൃത്തവും ആരംഭിച്ചപ്പോൾ യോശുവ പറഞ്ഞു, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട്. ഇത് കേട്ടിറങ്ങി വന്ന മോശ അതിന് മറുപടി പറഞ്ഞു, ഇത് പാളയത്തിൽ യുദ്ധഘോഷമല്ല, ജയിച്ചവന്റെ ശബ്ദമല്ല, തോറ്റു നിലവിളിക്കുന്നവരുടെ ശബ്ദവുമല്ല, ഇത് പ്രതികാരം ചെയ്യുന്നവരുടെ ശബ്ദമത്രേ. എന്ന് വെച്ചാൽ ദൈവ പ്രമാണത്തിൽ നിന്നും അകന്നു മാറിയവന്റെ, ദൈവ കൃപ വിട്ടുമാറിയവന്റെ ശബ്ദമാ താഴ്വരയിൽ ഉയരുന്നത്. അത് പർവ്വതത്തിന്റെ കീഴിൽ നിന്ന് യോശുവയ്ക്ക് വെളിപ്പെട്ടില്ലെങ്കിലും പർവ്വതത്തിൽ 40 രാവ് ദൈവത്തോടൊപ്പം ചെലവഴിച്ച, ദൈവത്തോടൊപ്പം സംസാരിച്ച, ദൈവത്തെ മുഖാമുഖം കണ്ട മോശയ്ക്കത് മനസ്സിലായി. ഇന്ന് രാത്രി നമ്മിൽ നിന്നും സ്തുതിയുടെയും ആരാധനയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദം ഉയരുമ്പോൾ ചുറ്റുമുള്ള ശബ്ദത്തെ തിരിച്ചറിയുവാനുള്ള വെളിപ്പാട് ദൈവത്തിന്റെ ജനത്തിലുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രവാചകനായ യെശയ്യാവ് ദൂതഗണങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ യെശയ്യാവിനൊരു കാര്യം മനസ്സിലായി. അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ദൈവസന്നിധിയിൽ സാറാഫുകൾ ആരാധിക്കുന്നത് കണ്ടപ്പോൾ തന്നിലേക്കൊന്ന് നോക്കുവാൻ യെശയ്യാവിന് സാധിച്ചു. തന്നെ നോക്കി സ്വയം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഒരു സമർപ്പണം അവിടെ ഉണ്ടായി. യെശയ്യാവ് പറയുക, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു എന്നുള്ള കർത്താവിന്റെ ശബ്ദത്തിന് മുൻപിൽ യെശയ്യാവ് പറയുന്നു, അടിയനിതാ, അടിയനെ അയക്കണമേ. ആരാധനയുടെ ശബ്ദത്തിൽ സമർപ്പണമുണ്ട്. ആരാധനയുടെ ശബ്ദത്തിൽ സമർപ്പണമുണ്ട്. സ്വയം വിലയിരുത്തലുണ്ട്. ദൈവത്തോട് നന്ദി കരയറ്റുമ്പോൾ, ദൈവമേ, എന്റെ കുറവുകൾ ഓർക്കാതെ, എന്റെ തെറ്റുകൾ ഒന്നും ഓർക്കാതെ എന്നെ സ്നേഹിക്കുന്ന അങ്ങയുടെ മഹാസ്നേഹത്തിന് മുൻപിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് ആരാധന. ഒന്ന്, ദൂതഗണങ്ങളുടെ ശബ്ദം, അത് ആരാധനയുടെ ശബ്ദമാണ്. 2, പിശാചിന്റെ ശബ്ദം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ഇത് 3ഉം കൂടെ സമ്മേളിക്കുന്ന ഒരു അധ്യായമാണ്. പിശാചിന്റെ ശബ്ദവും മനുഷ്യന്റെ ശബ്ദവും ദൈവത്തിന്റെ ശബ്ദവും 3ഉം പരസ്പരം കണ്ടുമുട്ടുന്ന അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. ഉൽപ്പത്തി 2:16 ഏദൻ തോട്ടമുണ്ടാക്കി മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം മനുഷ്യനോട് ഇപ്രകാരം പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇത് ദൈവം കൊടുത്തൊരു കൽപ്പന. എന്നാൽ തന്ത്രശാലിയായ സാത്താൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആ സ്ത്രീയുടെ അടുക്കൽ വന്നിട്ട് ദൈവം പറഞ്ഞ ഈ വാക്കിനെ ഒന്ന് വളച്ചൊടിക്കാനായിട്ടുള്ള ശ്രമമാണ്. സാത്താൻ പറയുന്നു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാമോ എന്ന് വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ?
സാത്താന്റെ ആ ചോദ്യം, പിശാചിന്റെ വളഞ്ഞുപോയ ആ ചോദ്യത്തിന് മുൻപിൽ ഹൗവ അല്പം ഒന്ന് പതറി. ഹൗവ അതിന് മറുപടി പറയുന്നത്, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം ആദ്യം പറഞ്ഞത് തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. അപ്പൊ സാത്താന്റെ ശബ്ദത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം അവിടെ വ്യക്തമാകുക. സാത്താന്യ ശബ്ദം അത് വ്യാജത്തിന്റെ ശബ്ദമാണ്, അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ശബ്ദമാണ്, അത് സംശയം ഉണർത്തുന്ന ശബ്ദമാണ്. ആ ശബ്ദം ദൈവം പറഞ്ഞ സത്യത്തെ വ്യാജമാക്കുവാൻ ശ്രമിക്കുന്നു. ദൈവം പറഞ്ഞു അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ സാത്താന്റെ ശബ്ദം അവിടെ വരുന്നു, നിങ്ങൾ തിന്നാൽ മരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ അത് തിന്നാൽ മരിക്കയില്ല. ആ വ്യാജ ശബ്ദത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് ദൈവകൃപയിൽ നിന്നും മനുഷ്യകുലമാകെ മാറിപ്പോയി. ഹല്ലേലൂയ. ഈ വ്യാജ ശബ്ദം, ഈ നുണയുടെ ശബ്ദം, തെറ്റിദ്ധരിപ്പിക്കുന്ന സംശയമുണർത്തുന്ന ശബ്ദത്തെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇപ്രകാരം കാണുന്നു, അവനിൽ സത്യമില്ല, അവൻ ഭോഷ്കു പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഭാവിച്ചു. അപ്പോ വ്യാജത്തിന്റെ ഈ ശബ്ദം, തെറ്റിദ്ധരിപ്പിക്കുന്ന സംശയമുണർത്തുന്ന ശബ്ദം, ആരെ വ്യാജത്തിലൂടെ വിഴുങ്ങാമെന്ന് ഭാവിച്ച് ഇന്നും ലോകത്തിൽ ചുറ്റിക്കറങ്ങുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ഒരു ദൈവവൈതലും വ്യാജത്തിന്റെയും നുണയുടെയും തെറ്റിദ്ധരിപ്പിക്കുന്നതും സംശയമുണർത്തുന്നതുമായ സാത്താന്യ ശബ്ദത്തിന് വശംവദരാകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൽപ്പനയെ പുറകിലെറിഞ്ഞുകൊണ്ട് വ്യാജ ശബ്ദത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മനുഷ്യ ശബ്ദത്തിന് വന്ന മാറ്റം എന്താണെന്നും ഉൽപ്പത്തി 3 കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്ന മനുഷ്യൻ 3-ാം അധ്യായത്തിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ മുൻപാകെ ചങ്കുറപ്പോടെ നിന്നൊരു വാക്കുച്ചരിപ്പാൻ പ്രാപ്തിയില്ലാതെ വിറയാർന്ന ശബ്ദത്തോടെ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നഗ്നനാകിയാൽ ഭയപ്പെട്ട് ഞാൻ അത്തിയുടെ കീഴിൽ ഒളിച്ചു. വ്യാജ ഈ ശബ്ദത്തെ സ്വീകരിച്ച മനുഷ്യന്റെ ശബ്ദം ഭയത്തിന്റെ ശബ്ദമായി മാറി. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. വ്യാജ ശബ്ദത്തെ അംഗീകരിച്ച, തെറ്റിദ്ധരിപ്പിക്കുന്ന, സംശയമുണർത്തുന്ന ശബ്ദത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മനുഷ്യ ശബ്ദം അത് പാപത്തിന്റെ പടുകുഴിയിൽ വീണ് ചേറ്റിൽ താണുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ നിലവിളിയുടെ ശബ്ദമായത് മാറി. ഹല്ലേലൂയ. ഇങ്ങനെ മാറിയ മനുഷ്യ ശബ്ദത്തിനരികിലേക്ക് ഉൽപ്പത്തി 3:10 അവിടെ മറ്റൊരു ശബ്ദം കയറി വരിക. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവത്തിന്റെ കാലൊച്ച ഏദൻ തോട്ടത്തിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ ശബ്ദം വ്യാജ ശബ്ദം, മനുഷ്യന്റെ ശബ്ദം ആ ശബ്ദത്തെ ഏറ്റെടുത്തപ്പോൾ അത് ബലഹീനതയുടെയും പാപത്തിന്റെയും കുറ്റബോധത്തിന്റെ ശബ്ദമായി. എന്നാൽ ഈ കുറ്റബോധത്തിന്റെ ബലഹീനതയുടെ ശബ്ദത്തെ മാറ്റി അവനെ ബലമുള്ളവനാക്കുവാൻ മറ്റൊരു ശബ്ദം, ആ ശബ്ദം തേടി വരുന്ന ശബ്ദം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാലസമ്പൂർണത വന്നപ്പോൾ ആ ശബ്ദം ആകാശവിധാനത്തിൽ മുഴങ്ങി.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. കാലസമ്പൂർണതയിൽ ഒരു ശബ്ദം മനുഷ്യനെ തേടി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഒരു ശബ്ദം കാലസമ്പൂർണതയിൽ മനുഷ്യകുലത്തെ തേടി വന്നു. അത് തേടി വരുന്ന ശബ്ദമാ, അത് രക്ഷയുടെ ശബ്ദമാ. മുഴങ്ങി അനേകർ ആ ശബ്ദത്തെ സ്വീകരിച്ചു, അനേകർ ആ ശബ്ദത്തെ തിരസ്കരിച്ചു, അനേകർ ആ ശബ്ദത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് സാത്താന്റെ അടിമത്വത്തിൽ നിന്നും സ്വതന്ത്രരായി മാറ്റപ്പെട്ടു. ഈ ശബ്ദം ഭൂമിയിൽ ഉയർന്നത് കണ്ട് ഇതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ഭരണാധികാരിയുടെ കയ്യിൽ ഈ ശബ്ദത്തിന്റെ ഉടമയെ ഏൽപ്പിച്ചു. 7 കോടതികളിൽ മാറി മാറി ഈ ശബ്ദത്തെ വിസ്തരിച്ചു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ ശബ്ദത്തിൽ ഇവരിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല, ഇവരിൽ ഞങ്ങൾ ഒരു കുറവും കാണുന്നില്ല. ഈ ലോക ചരിത്രത്തിൽ ഇന്നുവരെയും ആരും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത കൊടും പീഡയിലൂടെ ഈ ശബ്ദത്തിന്റെ ഉടമ കടന്നുപോയി. അവൻ പീഡിപ്പിക്കപ്പെട്ടു, അവൻ ദണ്ഡിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചാട്ടവാർ അവന്റെ ശരീരത്തിൽ ആഞ്ഞു പതിക്കപ്പെട്ടു, അവന്റെ കൈകാലുകൾ കുത്തി തുളച്ചു, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, അവന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തി. എന്നാൽ 750 വർഷങ്ങൾ അവന്റെ ജനനത്തിന് 750 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞു, കൊല്ലുവാൻ പോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. ഈ രക്ഷയുടെ ശബ്ദം അവനെ പീഡനത്തിലൂടെ കടത്തിവിട്ടപ്പോഴും, അവനെ ദ്രോഹിച്ചപ്പോഴും, അവനെ ഉപദ്രവിച്ചപ്പോഴും വായ് തുറക്കാതെ ഈ ശബ്ദം മൗനമായിരുന്നു. എന്നാൽ കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഹല്ലേലൂയ അവൻ ഉയർത്തപ്പെട്ടപ്പോൾ അവൻ മൗനത വെടിഞ്ഞ്, അവൻ നിശബ്ദത വെടിഞ്ഞ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ കാലൊച്ച കേട്ട് ഏദൻ തോട്ടത്തിൽ ഒളിച്ചുപോയി പാർത്ത മനുഷ്യൻ പുത്രന്റെ കാൽവറിയിലെ ശബ്ദത്താൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന ദിവസമാണ്. ഹല്ലേലൂയ. ആ നിലവിളി ലോകത്തിലെ മനുഷ്യകുലത്തെ നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഇന്ന് രാത്രി ഈ ശബ്ദത്തെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഒരാൾ ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ നീ അറിയാതെ വന്നതല്ല, നീ ഹല്ലേലൂയ ആരുടെയെങ്കിലും നിർബന്ധത്താലും വന്നതല്ല. നിന്റെ സൃഷ്ടാവും നിന്റെ ഉടയവനും നിന്നെ നിർമ്മിച്ചവനുമായ സൈന്യങ്ങളുടെ ദൈവ നിന്നെ കൊണ്ടുവന്നതാ. ഇന്ന് രാത്രി ഈ ശബ്ദത്തെ ഏറ്റെടുക്കാതെ പ്രിയ ദൈവജനമേ നീ പോകരുത്, പ്രിയ സ്നേഹിത നീ പോകരുത്. ഇന്ന് രാത്രി ഈ ശബ്ദം നിനക്ക് വേണ്ടി മുഴങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ ആരോടും അനുവാദം ചോദിക്കാതെ, ആരുടെയും അഭിപ്രായം തേടാതെ ഹൃദയത്തിന്റെ വാതിലുകൾ ഈ ശബ്ദത്തിന് തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊച്ചുമുറിയിൽ എന്നെ തേടിയും ഈ ശബ്ദം താണലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. അന്ന് ഈ ശബ്ദത്തെ സ്വീകരിച്ചു, ജീവിതത്തെ കർത്താവ് മാറ്റിമറിച്ചു. ഇന്ന് രാത്രിയും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ശബ്ദം എവിടെയൊക്കെ മുഴങ്ങിയിട്ടുണ്ടോ, ഈ ശബ്ദത്തെ ആരെല്ലാം സ്വീകരിച്ചിട്ടുണ്ടോ, ഈ ശബ്ദത്തെ ആരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ടോ, അവരുടെ ചരിത്രത്തെ തിരുത്തി കുറിക്കുവാൻ, അവരുടെ പാരമ്പര്യങ്ങളെ മാറ്റിവെച്ച് അവന്റെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ആഗമനം മാറ്റം വരുത്തുവാൻ പര്യാപ്തമായ ഈ ശബ്ദത്തെ സ്വീകരിക്കൂ. ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. പാട്ടുകാരൻ ഈ ശബ്ദത്തെ സ്വീകരിച്ചത് കേട്ടപ്പോൾ ഇപ്രകാരം പാടി, വൻക്രിയൻ നടന്നു കർത്താവ്, ഞാൻ പിൻചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ, കർത്താവെന്നെ താൻ വിളിച്ചു, ഞാൻ പിൻചെന്നു.
ആ വിളി ഞങ്ങൾ കേട്ടു, ആ ശബ്ദത്തെ സ്വീകരിച്ചു. എന്റെ പാപത്തിന്റെ കടം ഈ ശബ്ദം മുഴുവൻ തീർത്തത്. ഇന്ന് രാത്രിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ കൂടി വന്നിരിക്കുന്ന പ്രിയ സഹോദര, ഇന്നുവരെയും ഈ ശബ്ദം എത്രയോ പ്രാവശ്യം നിന്റെ കാതുകളിൽ മുഴങ്ങിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നിന്റെ ഹൃദയ ഭിത്തിയെ ഈ ശബ്ദം തകർത്തിട്ടുണ്ട്. എന്നാൽ അന്നൊക്കെ നീ മറുത്ത് ഈ ശബ്ദത്തിനെതിരായി നീങ്ങി. ഇന്ന് രാത്രി ഈ സ്നേഹത്തിന്റെ ശബ്ദം, നിന്റെ പാപത്തിന്റെ കടം തീർക്കുന്ന ദൈവ സ്നേഹത്തിന്റെ ശബ്ദം നിന്നെ മാടി വിളിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ രാത്രിയായി മാറട്ടെ. അനുസരിച്ച് കാലുകൾ വെക്കുക എന്നുള്ളത് ദൈവ ശബ്ദത്തിന് ഒന്നാമത്തെ പ്രത്യേകത. ഇത് തേടി വരുന്ന ശബ്ദമാണ്. പ്രത്യക്ഷനായി യൂഫ്രട്ടീസ് നദിക്കക്കരെ അന്യ ദൈവങ്ങളെ ഉണ്ടാക്കി അവയെ ആരാധിച്ചു പോന്നിരുന്ന ഒരു മനുഷ്യൻ. ഒട്ടനവധി വിഗ്രഹങ്ങൾ അബ്രഹാമിന്റെ കൈകളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. വിവിധ തരത്തിലും രൂപത്തിലുമുള്ള ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ അബ്രഹാം നിർമ്മിച്ചിട്ടുണ്ട്. ഇവയോടൊക്കെ പലപ്പോഴും അബ്രഹാം സംസാരിച്ചിട്ടുമുണ്ട്. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ധാരണയിൽ, ചിന്തയിൽ തിരിച്ച് സംസാരിക്കുവാൻ കഴിയാത്ത ഒന്നാണ് ദൈവം. കാരണം ഇന്നുവരെ അവൻ ശബ്ദിച്ചിട്ടും ഒരു മറുപടിയും അതിൽ നിന്ന് അവൻ തിരിച്ചു കിട്ടിയിട്ടില്ല. അനുഭവം പറയുന്നു, ദൈവം സംസാരിക്കാത്ത ഒന്നാണ്, ദൈവം ശബ്ദമില്ലാത്ത ഒന്നാണ്, ദൈവത്തിന് പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒന്നാണ്. എന്നാൽ ഇങ്ങനെയുള്ള ചിന്തകളുമായി നിന്ന അബ്രഹാമിനെ തിരിച്ചു പറയുവാൻ ശബ്ദമില്ലാത്ത ഒന്നാണ് ദൈവമെന്ന ചിന്തയുമായി നിന്ന അബ്രഹാമിനെ തേജോമയനായ ദൈവം അവന്റെ കൂടാരത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നിന്റെ ചാർച്ചക്കാരെയും ദേശക്കാരെയും പിതൃഭവനത്തെയും വിട്ട് യാത്ര ചെയ്യുക. ദൈവത്തിന്റെ ആ ശബ്ദം അന്നു വരെയുള്ളവന്റെ ധാരണയെ തിരുത്തി കുറിച്ചതാണ്. അന്നു വരെയുള്ളവന്റെ ധാരണ, ദൈവത്തിന് മറുത്തു പറയുവാൻ വാക്കുകളില്ല, ദൈവത്തിന് ശബ്ദമില്ലാത്ത ഒന്നാണ് ദൈവം. എന്നാൽ അബ്രഹാമേ, നിന്റെ ധാരണകൾ തെറ്റാണ്, നിന്റെ ചിന്തകൾ തെറ്റാണ്. എനിക്ക് സംസാരിക്കുവാൻ കഴിയും, എനിക്ക് ചലിക്കുവാൻ കഴിയും, എനിക്ക് നിന്നെ വിടുവിക്കുവാൻ കഴിയും, എനിക്ക് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും മാറ്റങ്ങളും അടയാളങ്ങളും കൊണ്ടുവരുവാൻ കഴിയും, എനിക്ക് നിന്നോട് ശബ്ദിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. അബ്രഹാമിന്റെ ആ ധാരണ ദൈവം തിരുത്തി. ദൈവശബ്ദം അബ്രഹാമിന്റെ ജീവിതത്തിൽ 3 തരത്തിലുള്ള തിരുത്തലുകൾ നടത്തി. ഒന്ന്, അവന്റെ ദൈവത്തെ പറ്റിയുള്ള തിരുത്തൽ നടത്തി. 2, 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാം തന്റെ ഭാര്യയായ സാറായിയോട് ഇപ്രകാരം പറയുന്നുണ്ട്, നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും അതിനാൽ ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യുമല്ലോ. അപ്പോ ദൈവശബ്ദം കേട്ടുവെങ്കിലും അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടില്ല. ദൈവ വഴിവിട്ടാലും ദൈവ ശബ്ദത്തിന് മറുത്ത് സഞ്ചരിച്ചാലും എനിക്ക് നന്മ വരണം, എനിക്ക് ജീവിക്കണം, ഈ ധാരണയുള്ളവരായിരുന്നു അബ്രഹാം. എന്നാൽ നിങ്ങൾ നോക്കിയേ, 14-ാം അധ്യായത്തിൽ നന്മ വേണമെന്ന്, 12-ാം അധ്യായത്തിൽ എനിക്ക് ദൈവശബ്ദം മറുത്ത് സഞ്ചരിച്ചാലും നന്മ മാത്രം കിട്ടിയാൽ മതി എന്ന ധാരണയുള്ള അബ്രഹാം 14-ാം അധ്യായത്തിൽ സമ്പത്തിന്റെ വലിയൊരു ലിസ്റ്റ് മുന്നിൽ കിടക്കുമ്പോഴും അബ്രഹാം പറയുക, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കുവാൻ ഒരു ചരടാകട്ടെ, ചെരുപ്പിന്റെ വാറാകട്ടെ, നിനക്കുള്ള യാതൊന്നിൽ നിന്നും ഞാൻ ഒന്നും എടുക്കുകയില്ല. കാരണം എന്താ? 12-ൽ എനിക്ക് നന്മ വരണമെന്ന് പറഞ്ഞവൻ 14-ൽ എനിക്ക് നീ തരുന്ന ഒന്നും വേണ്ടെന്ന് പറയുവാൻ കാരണം എന്താ?
12-നും 14-നും ഇടയുള്ള 13-ാമത്തെ അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ വന്ന അബദ്ധം, ദൈവശബ്ദത്തിൽ നിന്നും മറുതലിച്ച് യാത്ര ചെയ്തതിന്റെ അബദ്ധം 13-ൽ തിരിച്ചറിഞ്ഞു. ബേഥേലിനും ഹായിക്കുമിടയിൽ ആദിയിൽ കൂടാരം ഉണ്ടായിരുന്നിടത്ത് അവൻ വന്ന് ആരാധിച്ചു. ഇന്നു രാത്രി ദൈവശബ്ദത്തെ മറുതലിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ദൈവമൈതലേ, നിന്റെ ജീവിതത്തിൽ ഭൗതിക നന്മകളോ ലോകം തരുന്ന സുഖങ്ങളോ ആണ് വലുതെങ്കിൽ മടങ്ങി വരുവാൻ ഒരു രാത്രിയും കൂടെ ദൈവം നിനക്ക് തന്നിരിക്കുക. ഹല്ലേലൂയ. 13-ൽ അവൻ ആരാധിച്ചു. മടങ്ങി വരവിന്റെ ആരാധന 13-ൽ നടത്തി. ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാമേ, നീ 12-ാം അധ്യായത്തിൽ നീ നന്മ വേണം. എന്റെ ശബ്ദത്തിന് മറുതലിച്ച് യാത്ര ചെയ്താലും നന്മ മതി എന്ന് പറഞ്ഞ് നിനക്കൊരു മാറ്റം വരണം. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. നിന്നെ തക്ക സമയത്ത് ഉയർത്താൻ, നിനക്ക് വേണ്ടതൊക്കെ ചെയ്യുവാൻ ഞാൻ വിശ്വസ്തനാ. നീ തല ഉയർത്തി നോക്കിക്കേ. ലോത്ത് എടുത്തോണ്ട് പോയ നീരോട്ടമുള്ള സ്ഥലത്തെ കണ്ട് നീ ഭാരപ്പെടണ്ട, നീ വിഷമിക്കണ്ട. നീ തല ഉയർത്തി നോക്കിക്കേ. തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറും കിഴക്കും നീ തല ഉയർത്തി നോക്കുക. ഈ ദേശം നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ അവകാശമായി തരും. 12-ലെ ദൈവ ശബ്ദം വിട്ട് യാത്ര ചെയ്താലും എനിക്ക് നന്മ മതി എന്ന് പറഞ്ഞവൻ 13-ൽ ആരാധനയുടെ നടുവിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ 14-ൽ പറയുക, എനിക്ക് നിന്റെ ഒരു നന്മയും ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവമൈതലേ, കേവലം ഭൗതിക നന്മകളുടെ പുറകെ പോയി നിനക്കു ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശത്തെ നഷ്ടപ്പെടുത്തരുതേ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ താൽക്കാലിക സുഖത്തെ പ്രതി നിന്റെ ജീവിതത്തിൽ ലക്ഷ്യം നിനക്ക് കർത്താവ് മുമ്പിൽ വെച്ചിരിക്കുന്ന സ്ഥിരതയുടെ ഓട്ടം നീ അലക്ഷ്യമാക്കി കളയല്ലേ. മടങ്ങി വരുവാൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ബുദ്ധിമുപദേശിക്കുക. പ്രൈസ് ദി ലോർഡ്. 14-ാം അധ്യായത്തിൽ അബ്രഹാം സോദോം രാജാവിനോട് പറയുന്നു, എനിക്ക് അങ്ങയുടെ ഒരു സമ്പത്തും ആവശ്യമില്ല. രണ്ടാമത്തെ ധാരണ അതായിരുന്നു. സമ്പത്തിനെ പറ്റിയുള്ള ധാരണ തിരുത്തി കൊടുത്തു, ദൈവശബ്ദം തിരുത്തി കൊടുത്തു. മൂന്നാമത് അബ്രഹാമിന്റെ ഒരു ധാരണയായിരുന്നു, എന്റെ അവകാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എലയാസർ, ദമ്മശേഖുകാരനായ എലയാസറാണ് എന്റെ അവകാശി. ആ ധാരണയും ദൈവം തിരുത്തി. അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്, ദമ്മശേഖുകാരനായ എലയാസർ ആയിരിക്കുകയില്ല നിന്റെ അവകാശി, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെയായിരിക്കും നിന്റെ അവകാശി. അവന്റെ ധാരണ, എനിക്ക് പ്രായമായി, ഇനി എനിക്കൊരു തലമുറ ഉണ്ടാകുവാൻ സാധ്യതയില്ല, എന്റെ കാര്യസ്ഥൻ എന്റെ അവകാശിയായി മാറുമെന്ന മിഥ്യാധാരണയിൽ നിന്നായി അബ്രഹാമിനോട് ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നു, അബ്രഹാമേ, നിന്റെ ധാരണയുടെ ലോകത്തു നിന്ന് പുറത്തു വാ, നിന്റെ ചിന്തകളുടെ ലോകത്തു നിന്ന് പുറത്തു വാ. നിനക്ക് പറ്റുക ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാൻ കഴിയുന്നെങ്കിൽ എണ്ണിക്കോ, ഇതുപോലെ ഞാൻ നിന്റെ സന്തതികളെ ആക്കി തീർക്കും. ഇന്ന് രാത്രി മിഥ്യാധാരണകളോടുകൂടി മുൻപിൽ നിൽക്കുന്ന അസാധ്യങ്ങളെ കണ്ട് ഭാരപ്പെട്ട് തെറ്റായ ചിന്തകളോട് നീ യാത്ര ചെയ്യുന്നുവെങ്കിൽ ഇന്ന് രാത്രി നീ കേൾക്കുന്ന ദൈവശബ്ദം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, നിന്റെ ചിന്തകളെ മറിച്ചു കളയുന്ന, നിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് മുൻപിൽ വഴി തുറക്കുന്ന ദൈവത്തിന്റെ മഹാശബ്ദമാണ്. ഇത് അബ്രഹാമിന്റെ ഈ ശബ്ദം അബ്രഹാമിന്റെ ധാരണകളെ തിരുത്തി. എന്തൊക്കെ ധാരണ? അവന്റെ ദൈവത്തെ പറ്റിയുള്ള ധാരണ തിരുത്തി, അവന്റെ സമ്പത്തിനെ പറ്റിയുള്ള ധാരണ തിരുത്തി, അവന്റെ അവകാശിയെ പറ്റിയുള്ള ധാരണ തിരുത്തി. വല്യപ്പന് പറ്റിയ ഈ തെറ്റ് കൊച്ചുമകനും ഉണ്ടായി. യാക്കോബ് ജ്യേഷ്ഠനെയും അപ്പനെയും പറ്റിച്ച് യാത്ര ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നമേ അമ്മയുടെ ശബ്ദം അവന്റെ ചെവി വന്നു. എന്താണെന്നറിയാമോ? മോനെ യാക്കോബേ, നിന്റെ ജ്യേഷ്ഠൻ നിന്നോട് ക്ഷമിക്കുമ്പോ, നീ അവനോട് ചെയ്ത അവൻ കോപം അവൻ വിട്ടുമാറുമ്പോ ഞാൻ ആളയക്കാം, അപ്പൊ നീ മടങ്ങി വന്നാ മതി. അതുവരെ
നീ അമ്മാച്ചന്റെ ഭവനത്തിയിരുന്നു. അപ്പൊ യാക്കോബിന്റെ മടങ്ങി വരവിന് അമ്മ പറഞ്ഞു കൊടുത്തത് ഇതാ: ഒന്ന്, നീ ചെയ്തത് ജ്യേഷ്ഠനായ ഏശാവ് ക്ഷമിക്കണം. രണ്ട്, നിന്റെ കോപം, നിന്നോടുള്ള അവന്റെ കോപം മാറണം. മൂന്ന്, ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ആളയക്കാം, അപ്പൊ നീ വന്നാ മതി. അമ്മയുടെ ശബ്ദം വീട് വിട്ടോടിയ യാക്കോബിന്റെ ചെവിയിൽ മുഴങ്ങുന്നു. ഈ മൂന്ന് കാര്യം സംഭവിച്ചാലേ എനിക്കൊരു മടങ്ങി വരവുള്ളൂ. എന്നാൽ യാക്കോബേ, നിന്റെ ധാരണകൾ തെറ്റാ. അമ്മ പറഞ്ഞു തന്നതും അപ്പൻ പറഞ്ഞു തന്നതും നിന്റെ കൂട്ടുകാർ നിനക്ക് പറഞ്ഞു തന്നതും നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ ചർച്ചക്കാർ നിന്റെ ചെവിയിൽ ഓതിയതും സത്യമല്ല. നിന്റെ ദൈവത്തിന് നിന്നെ പറ്റി മറ്റൊരു ധാരണയുള്ളത്. അമ്മയുടെ ധാരണ ഏശാവ് ക്ഷമിച്ചാൽ, നിന്നോടുള്ളവന്റെ കോപം മാറിയാൽ, ആളയച്ചാൽ മടങ്ങി വന്നാൽ മതി എന്നാണെങ്കിൽ, നിന്റെ തലയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യപ്രഭയെ വെല്ലുന്ന ദൈവ ശബ്ദം അവനോട് മറുപടി പറഞ്ഞു: നിന്റെ അമ്മ പറഞ്ഞ സമയമല്ല, നിന്റെ അമ്മ പറഞ്ഞ കണ്ടീഷനല്ല. എനിക്ക് പറയുവാനുള്ളത്, നിന്റെ ധാരണകളെ തിരുത്താൻ പോവുക. ഞാൻ നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ മടക്കി വരുത്തും. ഇന്ന് രാത്രി മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ജീവിതത്തിൽ തെറ്റായ ധാരണകളുമായിട്ട് നിൽക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് നിന്നോട് സംസാരിക്കുവാനുള്ളത്, അവരുടെ വാക്കുകളെ പുറകിലെറിഞ്ഞുകൊണ്ട് ദൈവ ശബ്ദത്തിന് ചെവി കൊടുക്കൂ. നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിന് ഒരു ധാരണയുണ്ടായിരുന്നു: കൊരിന്ത് പട്ടണത്തിൽ ഇനി എനിക്ക് ശുശ്രൂഷിക്കുവാൻ പറ്റത്തില്ല, കാരണം എതിര് എനിക്ക് അതുപോലെ ഉണ്ടാകും. അടുത്ത രാത്രി, അടുത്ത പകൽ എങ്ങനെ ഞാൻ ശുശ്രൂഷിക്കും? കൊരിന്ത് പട്ടണത്തിൽ ഞാൻ എങ്ങനെ കർത്തൃവേല ചെയ്യുമെന്ന് ഭാരപ്പെട്ടവനാ പൗലോസ്. ഒരു രാത്രി, ഒരു ദിവസം ചിലവഴി ആ അധ്യായത്തിന്റെ 12 ചിലവാക്കുവാൻ ഭാരപ്പെട്ട പൗലോസ് ദൈവ ശബ്ദം അവന്റെ ചെവിയിൽ മുഴങ്ങിയപ്പോൾ, ദൈവ ശബ്ദത്തിന് തന്റെ ജീവിതത്തെ മാറ്റിക്കൊടുത്തപ്പോൾ 1.5 വർഷമായ പട്ടണത്തിൽ നിന്നുവെങ്കിൽ, ഇന്ന് രാത്രി ദൈവവൈദ്യരെ അനേകർ നിന്നോട് പറഞ്ഞില്ലേ ഈ പട്ടണത്തിൽ നിന്ന് പോകേണ്ട സമയമായെന്ന്? അതിന് പുറകിൽ വ്യാപരിച്ചത് ദൈവത്തിന്റെ ശബ്ദമാണ്. ആരെല്ലാം നിന്നെ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ചില ആലോചനകളുണ്ട്. നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, നീ മിണ്ടാട്ടമുണ്ട്. ശബ്ദം ശൗൽ എന്ന പൗലോസിന്റെ ധാരണയെ തിരുത്തിയ ശബ്ദം ഇന്ന് രാത്രി വ്യത്യസ്ത ചിന്തകളുമായി, വ്യത്യസ്ത ധാരണകളുമായി ജീവിതത്തിൽ എനിക്കൊരു മുന്നേറ്റം ഉണ്ടാകുകയില്ല, ജീവിതം തകർന്നു, അത് അടിഞ്ഞുപോയി, ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, നിന്റെ ധാരണകളെ തിരുത്തി എഴുതുവാൻ പര്യാപ്തമായ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയൂ. ഈ ശബ്ദത്തെ നീ സ്വീകരിക്കൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവശബ്ദത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ധാരണകളെ തിരുത്തുന്ന ശബ്ദമാണ്. 3, അതുകൊണ്ട് മാത്രം പറഞ്ഞ് ഞാൻ വാക്കിൽ നിർമ്മിക്കാം. ഇത് വരവിന്റെ ശബ്ദമാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നു: ഇവിടെ കയറി വരുവീൻ എന്ന ഒരു ശബ്ദം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ അതിന് ഇപ്രകാരം പറഞ്ഞു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും, പിന്നെ ക്രിസ്തുവിൽ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. വരവിന്റെ ശബ്ദത്തിൽ 3 തരത്തിലുള്ള ശബ്ദമുണ്ടാകും. 1, കർത്താവിന്റെ ഗംഭീരനാദം. 2, പ്രധാന ദൈവദൂതന്റെ ശബ്ദം. 3, ദൈവത്തിന്റെ കാഹളം. ഹല്ലേലൂയ. ഈ ഗംഭീരനാദം എവിടെയൊക്കെ മുഴങ്ങിയിട്ടുണ്ടോ അവിടെ കല്ലറകൾ പൊട്ടിയിട്ടുണ്ട്. ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ നിന്ന് ലാസറെ പുറത്തു വരിക എന്ന് ഗംഭീരനാദം മുഴങ്ങി. മരിച്ചു 4 നാളായി നാട്ടും വെച്ച് കിടന്നവൻ കല്ലറയെ ഭേദിച്ച് പുറത്തു വന്നുവെങ്കിൽ, ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരുടെ ശവക്കല്ലറകൾ ഇപ്പോൾ പൊട്ടി പുറപ്പെടും. പ്രിയപ്പെട്ടവർ, നിന്റെ വളരെ അടുത്ത ബന്ധുക്കൾ, ക്രിസ്തുവിൽ മരിച്ചവർ, വേർപെട്ടു പോയതിന്റെ വേദനകൾ നീ ആയിരിക്കുന്നുവെങ്കിൽ, താമസം വിന
അത് കർത്താവ് ദൈവത്തിന്റെ കാഹളം. കാഹളം രണ്ട് കാര്യത്തിൽ ഉപയോഗിക്കുന്നു. ഒന്ന് സഭ. ആർക്കെങ്കിലും എന്നാൽ ഈ സഭയെ പുറപ്പെടുവിക്കുന്ന മറ്റൊരു കാഹളമുണ്ട്. അത് താമസമില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കേണ്ടതായിരിക്കും. അനധിവിദൂര ഭാവി ലോക സംഭവങ്ങൾ ആ ശബ്ദം ഉടനെ മുഴങ്ങുമെന്ന് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദത്തെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ആ ശബ്ദത്തെ സ്വീകരിക്കുവാൻ നിനക്ക് അവസരമുണ്ട്. നിന്നെ തേടി വന്ന ശബ്ദം, ലോകം മുഴുവൻ നിന്നെ കൈവിടുമ്പോഴും നിന്നെ തേടി വന്ന് മാറോടണച്ച നിന്റെ ദുഃഖങ്ങളെ എടുത്തു മാറ്റി നിന്റെ പാപത്തിന്റെ കടം തീർക്കുന്ന സ്നേഹത്തിന്റെ പുത്രന്റെ ശബ്ദം ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്. ഇന്നുവരെയും യേശുവിനായി ജീവൻ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, ജീവിതത്തെ കൈമാറിയിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അതിന് നിങ്ങൾക്കൊരു അവസരമുണ്ട്. കർത്താവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി അവസരം കൊടുക്കുവാൻ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് രാത്രി ആ ശബ്ദം നിന്റെ ഹൃദയവാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുക. നിന്റെ ഹൃദയത്തിന്റെ വാതിലുകളെ ആ ശബ്ദം മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആർക്കാ വാതിലുകൾ ഈ ശബ്ദത്തിന് മുമ്പിൽ തുറന്നു കൊടുക്കുവാൻ കഴിയും? ഇന്നുവരെയും കർത്താവിനായി ജീവിതം സമർപ്പിക്കാത്ത ആരെങ്കിലും ഇന്ന് ഈ രാത്രിയിൽ ഈ ബേസ്മെന്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരമുണ്ട്. കർത്താവിനായി ഞാൻ ഇന്ന് മുതൽ ജീവിക്കുന്നു. കർത്താവിനായി ഞാൻ ഇന്ന് മുതൽ ജീവിക്കുന്നു. കർത്താവിനായി ഞാൻ ഇന്ന് മുതൽ ജീവിക്കുന്നു. അങ്ങനെയുള്ളവർ ദയവായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അവരുടെ മലങ്കരങ്ങളെ ഒന്ന് ഉയർത്താൻ കഴിയുമോ? ഇന്ന് വരെയും ഞാൻ യേശുവിനായി ജീവിച്ചിട്ടില്ല, എന്നാൽ ഈ നിമിഷം മുതൽ എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം കൈമാറുന്നു. എനിക്ക് ഇന്ന് മുതൽ യേശു മതി. ഹല്ലേലൂയ. ലോക സ്നേഹം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ചിന്തകൾ എനിക്ക് വേണ്ട, തെറ്റായ ധാരണകൾ എനിക്ക് വേണ്ട. എനിക്ക് എൻ്റെ യേശു മാത്രം മതി. യേശുവിന് വേണ്ടി ജീവിതത്തെ കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. ഞാൻ വ്യക്തി കടന്നു വന്നിരിക്കുന്നു. രോഗങ്ങൾ, പല പ്രയാസങ്ങൾ, വിവിധ തരത്തിലുള്ള ക്ലേശങ്ങളാൽ കടന്നു വന്നിരിക്കുന്നു. എനിക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് പറയുന്നവർ ദയവായി കൈ ഉയർത്താമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കായി കർത്തൃദാസന്മാർ പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ മുൻപിൽ പതറുന്ന അടുത്ത കാൽച്ചുവട് എപ്രകാരം മുൻപോട്ട് വെക്കണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന ദൈവജനത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇന്നുവരെയും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്ത ഹല്ലേലൂയ. അല്ല എങ്കിൽ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം, ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ.